ഹായ് ഗൈസ്, നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ഡ്രാമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നായകന് ഒരു വൈഫൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനൊരു വൈഫുള്ള കാര്യമൊക്കെ വളരെ രഹസ്യമാക്കിയാണ് നായകൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈഫിന് ഒരാൾ തട്ടിക്കൊണ്ട് പോകുന്നതായിട്ടൊക്കെ അവനും കോൾ വരുന്നു. പിന്നീടാകട്ടെ ഇത്രയും കാലം അവന് ഇഷ്ടമില്ലാതിരുന്ന വൈഫിനെ അവന് സ്നേഹിച്ചൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ പല പല ത്രില്ലിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസിലൂടെയാണ് ഈ ഒരു ഡ്രാമയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമ തുടങ്ങുമ്പോഴാകട്ടെ ഹീറോ ആയിട്ടുള്ള സയോൺ ഒരു ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും തന്നെ സയോണെ ആയിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സമയത്താണ് സയോന്റെ അടുത്തേക്കൊക്കെ ഹീജു കൂടി എത്തുന്നത്. ഹീജു ആകെ നെർവസ് ആയിട്ടൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ സയോൺ ആകട്ടെ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ എന്നെയാണ് ശ്രദ്ധിക്കുന്നത്, നീ ആരാണെന്നൊക്കെ അവർക്കും സംശയം തോന്നിയേക്കാം. പക്ഷെ ആർക്കും ഒരു രീതിക്കുള്ള തെറ്റിദ്ധാരണയും നമ്മുടെ കാര്യത്തിൽ ഉണ്ടാവാനായിട്ട് പാടില്ല എന്നൊക്കെ സയോണം പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുമ്പ് നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ കാണിക്കുകയാണ്. യൂറി ഒരു ന്യൂസ് റീഡറൊക്കെയാണ്. യൂറി ആകട്ടെ ചാനലിൽ ന്യൂസ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഇതേ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഹീജുവും ആ ഒരു ന്യൂസ് ഒക്കെ സൈൻ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കും. അവൾക്കും സംസാരിക്കുവാനായിട്ടൊന്നും സാധിക്കുകയില്ല. യൂറിയും ഒരു ന്യൂസ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഹീജുവും അതൊക്കെ സൈൻ ലാംഗ്വേജിലൂടെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിനിടയ്ക്കാകട്ടെ ഹീജുവിന്റെ സ്ക്രീനൊക്കെ ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. മൗണ്ടൻ അർത്ഥം വരുന്ന രീതിക്കുള്ള മിഡിൽ ഫിംഗർ ഒക്കെ ആയിരുന്നു ഹീജു കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു സ്ക്രീനൊക്കെ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണ്. ഹീജുവിനെ കളിയാക്കുന്നുണ്ടെങ്കിലും അത് ഹീജുവിന് മനസ്സിലാക്കാത്ത രീതിക്കൊക്കെ ആയിരുന്നു യൂറിയും സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ന്യൂസ് ചാനലുകാർക്കും പ്രസിഡന്റ് എമർജൻസി ആയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫോർമേഷൻ ഒക്കെ കിട്ടുന്നത്. നിലവിലെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയയിലെ കുറെ ആൾക്കാരൊക്കെ ഒരു ടീം തട്ടിക്കൊണ്ടൊക്കെ പോയിരിക്കുകയാണ്. അവരെ വിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പണമൊക്കെ കൊടുക്കണമെന്നാണ് അവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പണം കൊടുക്കുവാനായിട്ട് തയ്യാറായി ഇല്ല എങ്കിൽ അവരെ കൊന്നു കളയുമെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റിന്റെ ഓഫീസിലാണ് സയോൺ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല സയോണിന്റെ വലിയൊരു ഫാനൊക്കെയാണ് യൂറിയും. സോ സയോൺ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആൾക്കാരെ തട്ടിക്കൊണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് ആകട്ടെ അവരെ തിരിച്ചു കിട്ടുവാനായിട്ട് പണം കൊടുക്കാനായിട്ട് തയ്യാറല്ല. പിന്നെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ള ആൾക്കാരെ സുരക്ഷിതമായിട്ട് തന്നെ ഗവൺമെന്റും തിരികെ എത്തിക്കുന്നതായിരിക്കുമെന്നൊക്കെ സയോണും വാർത്തയിലൂടെയൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്താകട്ടെ ഹീജുവും അവനെ നോക്കിക്കൊണ്ട് മിഡിൽ ഫിംഗർ ഒക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു സംഭവത്തിനൊക്കെ ശേഷം സയോൺ പ്രസംഗിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. സയോണും കുറെ അധികം റിപ്പോർട്ടേഴ്സിനൊക്കെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അവരോട് ആരോടും തന്നെ ഈ ഒരു ന്യൂസ് ഒന്നും തന്നെ പബ്ലിക് ആക്കരുത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ആൾക്കാർ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയിക്കുകയാണെങ്കിൽ ആകെ പാനിക് ആകുന്നതായിരിക്കും. സോ ഇതൊന്നും തന്നെ വെളിയിൽ വിടാതിരിക്കുന്നതാണ് കൂടുതൽ സേഫ് എന്നൊക്കെ സയോൺ പറയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടറായിട്ടുള്ള ജാങ് ആകട്ടെ വിദേശത്തുള്ള മീഡിയാസ് എല്ലാം തന്നെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളും ഇതുപോലെ മിണ്ടാതൊക്കെ ഇരിക്കുകയാണെങ്കിലല്ലേ ആൾക്കാർ പാനിക് ആവുക എന്നൊക്കെ അവന്റെ അടുത്തും ചോദിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സിറ്റുവേഷൻ ഒന്നും തന്നെ ഇവരുടെ കയ്യിൽ നിൽക്കുന്ന ലക്ഷണമില്ല. പിന്നെ നിലവിലുള്ള മീഡിയാസ് എല്ലാവരും തന്നെ ഇവരുടെ കൂടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ന്യൂസസ് ഒന്നും തന്നെ ആൾക്കാരിലേക്ക് എത്തുകയില്ല. പിന്നെ നമുക്കും എല്ലാവരും സുരക്ഷിതമായിട്ട് തിരിച്ചെത്തുവാനായിട്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെയാണ് സയോണും പറയുന്നത്. സയോണും തിരിച്ച് ഓഫീസിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ചാനലുകാരൊക്കെ അവനെ മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനും ഫോണൊന്നും എടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. പിന്നെ നേരത്തെ തന്നെ അവന്റെ ഒരു ഫാനിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, യൂറി. യൂറി ആകട്ടെ അവന് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് അവൻ പ്രസംഗിച്ചതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അടുത്തതായിട്ട് സയോന്റെ അമ്മേനെയൊക്കെ കാണിക്കുന്നു. ഇനി സയോന്റെ വൈഫാണ് ഹീജു. ഹീജുവിന്റെ അമ്മയൊക്കെ ഒന്നിച്ചിരിക്കുകയാണ്. ഒരു മാസത്തിന് ശേഷം ഇലക്ഷനൊക്കെ വരുവാനായിട്ട് പോകുകയാണ് എന്നും ആ ഒരു സമയത്ത് സയോൺ ഒരുപാട് ബിസി ആയിരിക്കും എന്നൊക്കെ അമ്മയും പറയുന്നു. ഇതുവരെയായിട്ടും സയോന്റെ വൈഫ് ആരാണെന്ന് ആർക്കും തന്നെ അറിയിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളോടും വർക്കൊക്കെ അവസാനിപ്പിക്കുവാനായിട്ടാണ് അമ്മയും പറയുന്നത്. സയോന്റെ അച്ഛനാണ് പ്രസിഡന്റ് ആയിട്ടൊക്കെ മത്സരിക്കുവാനായിട്ട് പോകുന്നത്. സോ ഹീജു ആരാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ ആരും അറിയാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്നൊക്കെ അമ്മയും പറഞ്ഞിട്ടൊക്കെ പോകുന്നു. ഇനി ഹീജുവിന്റെ അമ്മ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീജുവും മറ്റൊരാൾ വിവാഹം കഴിക്കേണ്ടിയിരുന്ന സയോനെ തട്ടിയെടുത്തതാണ്. പക്ഷെ ഇത്രയും കാലമായിട്ടും സയോന്റെ മനസ്സൊന്നും കീഴടക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും സമയമൊന്നും കളയാതെ അവനെ സ്വന്തമാക്കണമെന്നൊക്കെയാണ് അമ്മയ്ക്കും ഹീജുവിനോട് പറയുവാനായിട്ടുണ്ടായിരുന്നത്. ഹീജും കാറൊക്കെ ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കാണ് പെട്ടെന്ന് മൊത്തത്തിൽ കാറിന് എന്തൊക്കെ അപാകത ഉള്ളതായിട്ടൊക്കെ അവളും ശ്രദ്ധിക്കുന്നത്. ആദ്യമാകട്ടെ അതിന്റെ റേഡിയോ വർക്ക് ആവാതെയൊക്കെ പോവുകയും പിന്നീട് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മാപ്പൊക്കെ മാറിയിട്ട് മറ്റൊരു മാപ്പൊക്കെ വന്നിട്ട് കാറും അതിൻ്റെതായ രീതിക്കൊക്കെ സഞ്ചരിക്കുകയും ചെയ്യുകയാണ്. അവളും ബ്രേക്കൊക്കെ ചവിട്ടി നിർത്തുവാനായിട്ട് നോക്കിയിട്ട് പോലും സാധിക്കുന്നില്ല. അവളും ഒരു ആക്സിഡന്റിന്റെ വക്കിലൊക്കെ എത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ സ്റ്റോപ്പ് ആവുകയാണ്. അവളും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതൊക്കെ ഇരിക്കുന്നു. അവളും ഡോറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിച്ചിട്ട് പോലും സാധിക്കുന്നില്ല. അപ്പോഴാണ് ഇതിനു മുമ്പ് നടന്ന മറ്റൊരു ന്യൂസിനെ കുറിച്ചൊക്കെ അവളും ഓർക്കുന്നത്.
ആ ഒരു ന്യൂസിലാകട്ടെ വണ്ടിയുടെ നാവിഗേഷൻ സിസ്റ്റം ഒക്കെ ആരോ ഒരാൾ ഹാക്ക് ചെയ്തതിനു ശേഷം അതിന്റെ ലോക്ക് പോലും പ്രവർത്തിക്കാതെയൊക്കെ ആയെന്നായിരുന്നു അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അവളുടെ വണ്ടിയൊക്കെ ആരോ ഹാക്ക് ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. സായോണ് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതും പല ആർട്ടിക്കിൾസിലും വരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ജങ് മാത്രമാണ് അവന്റെ ഫോട്ടോസ് ഒക്കെ മോശമാക്കിയിട്ടിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്യുവാനായിട്ടൊക്കെ സയോണും ആവശ്യപ്പെടുന്നത്. ഈ ഒരു ജാങ് ആകട്ടെ സയോണിന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് അവനും ഇതുപോലെ മോശമായിട്ടുള്ള സയോണിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഫേസ് ഒക്കെ കവർ ചെയ്തിട്ട് ഒരാള് അവളുടെ വണ്ടിയുടെ അടുത്തേക്കൊക്കെ വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു ഫോണൊക്കെ ഉണ്ട്. ആ ഫോൺ ഉപയോഗിച്ചിട്ടായിരുന്നു അയാൾ ഹാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവളും അയാൾ വരുന്ന സമയത്ത് ഡോറൊക്കെ ലോക്ക് ആക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അയാളെ ഹാക്ക് ചെയ്ത് ആ ഒരു ഡോറൊക്കെ തന്നെ ഓപ്പൺ ചെയ്തതിനു ശേഷം അകത്തേക്കും കിടക്കുന്നു. തായോണും വിദേശത്തു നിന്നും തോന്നിക്കുന്ന രീതിക്കുള്ള ഒരു നമ്പറിൽ നിന്നും കോളൊക്കെ വരികയാണ്. അവനും ആ ഒരു കോളൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ വൈഫിനെ കൊല്ലുവാനായിട്ട് പോവുകയാണെന്നൊക്കെ ആയിരുന്നു കോളിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ആൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ അവന്റെ ഫോണൊക്കെ ചാർജ് തീർന്ന് ഓഫായി പോകുമ്പോഴത്തേക്കും അവനും ഫോണൊക്കെ കുത്തിയിടുന്നു. അവനും ഫോണൊക്കെ ഓൺ ആകുന്ന അതേ സമയത്ത് ആദ്യമായിട്ട് അമ്മേനെയായിരുന്നു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹീജുവിനെ എപ്പോഴായിരുന്നു അവസാനം കണ്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കുന്നു. സോ ഹീജു ഉണ്ടായിരുന്നത് ഹീജുവിന്റെ അമ്മയുടെ ഒപ്പമാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അവൻ ഹീജുവിന്റെ അമ്മേനെ കൂടി വിളിക്കുകയാണ്. ഹീജുവിനെ ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു വരുത്തി ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹീജുവിന്റെ അമ്മയും പറയുന്നുണ്ട്. സയോണും തന്നെ ആരോ പറ്റിക്കുവാനായിട്ട് കോൾ ചെയ്യുന്നതാണെന്നൊക്കെ വിചാരിച്ചിട്ട് ടീമിലുള്ള ബാക്കി ആൾക്കാരോട് ആ ഒരു നമ്പറൊക്കെ ട്രേസ് ചെയ്യുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ സയോൺ ഒരു കോൾ കൂടി വരുന്നു. ആ ഒരു സമയത്താകട്ടെ സയോൺ ആയിരുന്നു കൂടുതലായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നീ അവളെ കൊല്ലുവാനായിട്ട് പോവുകയാണെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് നീ അവളെ എന്തുകൊണ്ടാണ് ഇപ്പോഴും കൊല്ലാത്തത്? പിന്നെ ഈ അടുത്തായിട്ട് എനിക്ക് ഒരുപാട് പ്രാങ്ക് കോൾസ് ഒക്കെ വരാറുണ്ട്. സോ ഇതും ഒരു പ്രാങ്ക് കോൾ ആണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. നിനക്ക് എന്റെ വൈഫ് ആരാണെന്നെങ്കിലും അറിയാവോ? എന്തായാലും അവളെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീയും കൊന്നോ എന്നൊക്കെയായിരുന്നു സയോണും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കിഡ്നാപ്പ് ചെയ്യുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആളാകട്ടെ തനിക്ക് കുറച്ച് പണമൊക്കെ ആവശ്യമായിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ തന്റെ കയ്യിലുള്ള കത്തിയാകട്ടെ അവളുടെ കഴുത്തിലൊക്കെ വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സയോണാകട്ടെ നിനക്ക് പണമൊന്നും നൽകുവാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവളെ കൊല്ലണമെങ്കിൽ നീ അവളെ കൊന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്യുന്നു. ഇതാകട്ടെ ആ ഒരു കിഡ്നാപ്പർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അയാളും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവളെ കൊല്ലുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. ഞാൻ തമാശയായിട്ടൊക്കെ അയാളോട് സംസാരിച്ചതാണെന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ എത്രത്തോളം സീരിയസ് ആണെന്നൊക്കെ നീയും മനസ്സിലാക്കണം. പിന്നെ എന്റെ വൈഫ് ആരാണെന്നൊക്കെ നിനക്ക് അറിയാമോ എന്നാണല്ലോ സയോൺ എന്നോട് ചോദിച്ചത്. ആ ഒരു വൈഫ് നീയല്ലേ? അവൻ പണമൊക്കെ നൽകുവാനായിട്ട് തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം, ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ കൊല്ലുന്നത് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കിഡ്നാപ്പറും ഒരുപാട് തവണയൊക്കെ സയോണെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും സയോണും കോളൊന്നും എടുക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന കിഡ്നാപ്പർ ആകട്ടെ കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ വെച്ചിട്ട് മുൻ സീറ്റിലേക്കൊക്കെ കുത്തുകയാണ്. അങ്ങനെ കുത്തുന്ന സമയത്ത് ആ ഒരു കത്തിയൊക്കെ ഹീജുവിന്റെ കഴുത്തിലൊക്കെ ചെറുതായിട്ടൊന്ന് കൊണ്ട് കഴുത്തും മുറിയുന്നുണ്ട്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.